ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ആദ്യം മുതലേ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഇന്ന് അത്യാവശ്യം നല്ല മടിയുള്ളൊരു ദിവസമാണ്. അതുപോലെ വയ്യ, ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിന്ന് ഇന്ന് കാശ്മീരിലെ അവസാനത്തെ ദിവസമാണ്. അതുപോലെ അവസാനത്തെ ഡെസ്റ്റിനേഷനുമാണ്. പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. ഒന്ന് ABC വാലിയിൽ നമുക്ക് പോവാം, നമ്മുടെ ചോയ്സാണ് കേട്ടോ. ഒന്ന് ABC വാലി നമുക്ക് വിസിറ്റ് ചെയ്യാം, അത് മറ്റേ സുമോ റൈഡിലായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡ് ചെയ്തിട്ട് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. ഹോഴ്സ് റൈഡ് ചെയ്തിട്ട് നമുക്ക് മിനി സ്വിറ്റ്സർലാൻഡിലോട്ട് പോവാം. ഇങ്ങനെ 2 ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും പോയവരൊക്കെ പറഞ്ഞത് കുറച്ച് വേർത്തായിട്ടുള്ളത് ഹോഴ്സ് റൈഡിങ് ആണ്. മറ്റേ സുമോ 2 ദിവസം മുമ്പ് ഞാൻ കയറിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ എനിക്ക് പേടിയുണ്ട്, കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഹോഴ്സ് റൈഡ് ചൂസ് ചെയ്ത്. പക്ഷെ ഇപ്പോഴും എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇതുണ്ട്, പോകാനായിട്ട് പേടിയുണ്ട്. അങ്ങനെ ഞാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ -something ആണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ. വാവ്. അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പേടിച്ചിട്ട്. കുതിര ഇങ്ങനെ ചാടും. നമ്മൾ ഒറ്റയ്ക്ക് കുതിര നമ്മളെ ഗൈഡ് ചെയ്ത് പോകും. കുതിരക്കാരനൊന്നും ഇല്ല എന്നാണ് പറയണത്. കുതിര സ്വന്തമായിട്ട് ഇങ്ങനെ മലയും മൗണ്ടൈനൊക്കെ കയറി അങ്ങ് പോകുന്നു. അപ്പം എനിക്ക് ചെറിയ അങ്ങനത്തെ ഒരു പേടിയുണ്ട്. അതുപോലെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ പറഞ്ഞെന്ന് കുതിരയിൽ പോകുമ്പോഴേക്കും കുതിര ഇങ്ങനെ കയറ്റം കയറുമ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞു കൊടുക്കണമെന്ന്, അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ വീഴുന്നാ. അപ്പം എനിക്ക് എല്ലാവരും കൂടെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് വെച്ചേക്കാണ്. എന്തായാലും നമുക്ക് നോക്കാം. സാറിന്റെ ഔട്ട്ഫിറ്റ് പൊളി. സാറെന്താ കുതിരയുടെ കേരളത്തെ? അയ്യോ, സൗണ്ട് പോയി ഗായ്സ്. സാറെന്ത് എടുത്തില്ല? സുമോ നേരത്തെ കുറച്ച് റിവ്യൂ ഇട്ട് കുതിര സീനാണെന്ന്, ആണുങ്ങൾക്ക് കുറച്ച് സീനാണെന്ന് ഉണ്ട്. സാർ എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ 8 പേരാണ് കുതിരപ്പുറത്ത് പോണത്. 5 ഗേൾസും 3 ബോയ്സും. അതിലൊരാള് വേറെ സാർ, ഷെഫിൻ സാർ. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനെക്കാട്ടി ഡബിൾ പേടിയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. തുടങ്ങില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പെഹൽഗാമിലാണുള്ളത്. പെഹൽഗാമിന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ABC കാറിൽ പോവാ, അല്ല സുമോയില് പോവാ. ആരുവഴി, ബേത്തൻവാലി, ചന്ദൻവാലി. പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്തില്ല. ഓപ്ഷനായ ഗൈസ്, അപ്പം നമ്മൾ കുതിര സെലക്ഷൻ നടത്തുകയാണ്. ഏത് കുതിരയെന്ന് എനിക്ക് ഈ കുതിര. അയ്യോ, അതിനെ വേണ്ട, അത് പാവം. ഏത് കുതിര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിലാ ഞാൻ കുതിരയുടെ പുറത്ത് കയറി. കുതിര നോക്ക്, എന്താ പോന്നോ കണ്ടറിയ പോവല്ലേ. എന്റെ കുതിരയുടെ പേര് മസ്താന. പേടിയുള്ളത് ഷംനയുടെ കുതിര സുൽത്താനാണ്. ഇങ്ങനത്തെ വഴിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ പാളം കെട്ടില്ലേ, സീനാണ് സീന്. ഓ മൈ ഗോഡ്, ആരാംസേ. ഓ മൈ ഗോഡ്, അയ്യോ. ഓ എന്താ പറഞ്ഞു? അയ്യോ, ആരാംസേ. എവിടെ പോണം? ഞാനാണ് ലീഡർ. എന്റെ കുതിര ലീഡറാണ്. എന്റെ അമ്മ, അമ്മേ പതുക്കെ പോ.
മച്ച് ഭയ്യ ഭയ്യ കാല് കാല് അമ്മേ അമ്മ ഭയ്യ no 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 ഞാൻ എടുക്കണ്ട വീഡിയോ പതുക്കെ ആരാം സേ ഇങ്ങോട്ട് ഗൈസ് അടിപൊളി എക്സ്പീരിയൻസ് കൊള്ളാം ഹായ് സാർ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആരാം സേ വാവ് Guys, മാമൽ ഇതിന്റെ പേര് അങ്ങനെയാണ്. ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എനിക്കറിഞ്ഞൂടെ ഇത് കുതിരയുടെ പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് ഇവിടെയാണോ? സ്വിറ്റ്സർലാൻഡിലെത്തി. അപ്പോൾ നമുക്ക് അവിടെയും ഇതേപോലെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് എവിടെയോ പോയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഏതോ ഗാർഡനിൽ പോയപ്പോൾ ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താ സാറും ബോയ്സും പിന്നെ 2-3 ഗേൾസും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവരത് ട്രൈ ചെയ്യുകയാണ്. ഗൈസ് അപ്പം എന്താ നമ്മൾ ഹോഴ്സ് റൈഡ് പോണി റൈഡൊക്കെ കഴിഞ്ഞ് എത്തി. അടിപൊളി സംഭവമായിരുന്നു. അതായത് 1 ടൈം എങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലത്തെ ഒരു സംഭവമാണിത്. സ്നോഫോളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്നോ ഉണ്ടായിരുന്നു, പക്ഷെ സ്നോഫോളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്ത് പറയാ, അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ചു പറഞ്ഞത് അതിനെക്കാട്ടി സീനായിരുന്നു. കയറ്റം പിന്നെയും നമുക്ക് ഓക്കെ എന്നല്ല, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇറക്കം സീൻ, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇറക്കത്തിൻ്റെത്. ആ കുതിര എങ്ങോട്ടൊക്കെ മനുഷ്യന്മാരെ കൊണ്ടുപോകണം എന്തോ അടിപൊളി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കാശ്മീർ ഈ സ്ഥലത്ത് വരികയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണിത്. പിന്നെ എന്ത് പറയാം, ഞാൻ അത്രയ്ക്കും ഹാപ്പിയാണ്. അത്ര തന്നെ.